നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പലർക്കും ദിവസങ്ങളോളം ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു മന്ത്രിയും ദിവസങ്ങളോളം ഒരു സ്ഥലത്തെത്തുന്നില്ല എന്നാണ്. അങ്ങനെ സംഭവിക്കാമോ? അപ്പം അതാണ് ഗൗരവമായി എടുക്കേണ്ടത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിമർശനമുയർത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നത്, ആദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്ത് വന്നിട്ടുള്ള വാർത്ത തീരപ്രദേശത്തെ ആളുകളെ അറിയാലോ എന്നോ മറ്റോ ഒരു പരാമർശം നടത്തിയതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് തീരപ്രദേശത്തെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന മട്ടിലാണ് ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളും അവിടെയുള്ള ജനങ്ങളും ഇതിനെ കാണുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ അപകടത്തിനിരയായ ജോൺ മത്യാസിൻ്റെ മകള് ജിജി സർക്കാരിൻ്റെ അനാസ്ഥക്കെതിരെ സംസാരിച്ചു. അവർ അനുഭവിക്കുന്ന വേദനയില്ലേ, ആ വേദനയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമല്ലോ, സാധാരണ നിലവിട്ടും സംസാരിക്കുമല്ലോ. പക്ഷേ അവരുന്നയിച്ച ന്യായമായ പ്രശ്നത്തിൻ്റെ മേലെ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടായത്? അവർക്ക് നേരെ UDF അനുകൂലികൾ ഭീകരമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. ഒരുതരം കൊട്ടേഷൻ സംഘം പോലെ ഇറങ്ങുകയാണ്. എന്നിട്ട് അവർക്കെതിരെ, അവരെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, അവർക്കെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്നത്. ഈ സൈബർ ആക്രമണം സാധാരണഗതിയിൽ വലിയ കുറ്റമല്ലേ? ആ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? UDF അനുകൂലികളായവർ ചെയ്തതുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഇടപെട്ടു എന്നാണ്. ആ ധാരണയിൽ മറ്റു നടപടികളിലേക്ക് കടന്നില്ല എന്നതാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ആദ്യ മണിക്കൂറുകൾ, ആ ഘട്ടത്തിൽ ഉണ്ടായ നിസ്സംഗത തന്നെയാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം വലിയ തോതിൽ സഹായം നമുക്ക് നമ്മുടേതല്ലാത്തവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏജൻസികളല്ലാത്ത, എന്നാൽ കേന്ദ്ര ഏജൻസികൾ. ആ കേന്ദ്ര ഏജൻസികളുടെ സഹായം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയാൻ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ബന്ധപ്പെട്ടാൽ ഒരു പ്രയാസവുമില്ലാതെ അവർ സഹായിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും. പക്ഷേ ഇവിടെ എന്താ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാണ്, ഒരു മന്ത്രി എന്നെ ബന്ധപ്പെട്ടു, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടു, ആ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണിത്? നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ അങ്ങനൊരു വശമില്ല. ഇവിടെ ഏതെല്ലാമോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ. ആ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക സഹായം, ഏജൻസിയുടെ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടാം, സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെടാം. സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ നേവി അടക്കമുള്ള, ആർമി അടക്കമുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിലും.
എന്തിനാണ് ഒരു മന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ ഇടപെടലിലൂടെ സഹായത്തിന് വേണ്ടി കാത്തത്? എന്തേ അതുവരെ ബന്ധപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ബന്ധപ്പെടുന്നതിൽ വീഴ്ചയുണ്ടായത്? ഇത് ഗൗരവമായ പ്രശ്നമാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തര സന്ദേശം നൽകുന്ന രീതികളുണ്ടല്ലോ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമല്ലോ. കേന്ദ്ര ഏജൻസികൾ നമുക്ക് നൽകിയ സഹായത്തിൻ്റെ ഭാഗമായി അവരുടെ സഹകരണത്തിൻ്റെ മേന്മ കണ്ട് ദുരന്തങ്ങൾക്കെല്ലാം ശേഷം അവരെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തിയതാണ് നമ്മുടെ സംസ്ഥാനം. ആ തരത്തിലുള്ള സഹായമാണ് അവരിൽ നിന്ന് ലഭിച്ചിരുന്നത് ഓരോ ഘട്ടത്തിലും. എന്തേ ഇവിടെ അതിനെല്ലാം ഭംഗം വന്നത്? മാത്രമല്ല, കടലില് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള സംരക്ഷണ സഹായങ്ങളും സഹായ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും കുടുംബത്തിൻ്റെ സഹായം ഉറപ്പിക്കലും എല്ലാം ഉണ്ടാകണമെന്നുള്ള ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത് കടലിൽ കാണാതാകുന്നവർക്ക് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കണം എന്ന നിയമം UDF മാറ്റും. അത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാം. നമുക്ക് ഓർമ്മയില്ലേ ഓഖി ദുരന്തം? ഓഖി ദുരന്തമുണ്ടായ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകൽ ചെറിയ തുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, ഇത്തരം നൂലാമാലകൾ അതിൻ്റെ ഭാഗമായി ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു. അതിൻ്റെ ഭാഗമായി ആ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എത്ര പേരെ? 33 പേരെ. അവരടക്കം 142 മത്സ്യത്തൊഴിലാളികൾ. ആ കുടുംബങ്ങൾക്കാകെ അതേവരെ രാജ്യത്തെവിടെയും നൽകാത്ത രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ നൽകിയത്. അതോടൊപ്പം ഈ കാണാതായവർക്ക് ഈ പറഞ്ഞ 7 വർഷത്തെ മാനദണ്ഡമില്ലേ, ആ 7 വർഷത്തെ മാനദണ്ഡം ബാധകമാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇതൊക്കെ സർക്കാർ ഫയലുകളിലുള്ളതല്ലേ, സർക്കാർ എടുത്ത നടപടിയല്ലേ, രഹസ്യമായിട്ട് എടുത്തതല്ലാലോ. ഞാൻ ഓർക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിമാരുടെ ഒരു സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടപടിയാണ് സ്വീകരിച്ചത്. അതെല്ലാം നടന്നൊരു നാടല്ലേ ഇത്. അതെല്ലാം അറിയാവുന്നവരല്ലേ നാട്ടുകാർ, അതെല്ലാം അറിയാവുന്നവരല്ലേ തീരദേശത്തെ ജനങ്ങൾ. അവരോടാണ് ഈ നിയമം UDF മാറ്റുമെന്ന് പറയുന്നത്. നമ്മൾ മാറ്റിയതാണല്ലോ, കീഴ്വഴക്കമുണ്ടല്ലോ, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാമല്ലോ. ഓഖി ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ഇപ്പം സ്വീകരിച്ചാൽ മതിയല്ലോ. കാണാതായവരുടെ കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കാമല്ലോ. നമ്മൾ ഓർക്കേണ്ടത് ആ ഘട്ടത്തിൽ 22 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയിരുന്നത്. ചില സംസ്ഥാനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളം ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് കേരളത്തിൻ്റെ മാതൃകയിലുള്ള സഹായം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രക്ഷോഭം. ആ തരത്തിലുള്ള ഇടപെടലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സൃഷ്ടിച്ച കീഴ്വഴക്കമുണ്ടല്ലോ. കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, അതിനായി 2035 വരെ 13.5 കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കൽ, ഇവയെല്ലാം നടന്ന നാടാണിത്. അതിൻ്റെ അനുഭവമുള്ളവരാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ.
അത് നമ്മൾ ഓർക്കാതിരിക്കരുത്. അപ്പോൾ ഒരു നിയമ സാങ്കേതിക നൂലാമാലകളും ഇതിനൊന്നും തടസ്സമായി വന്നിട്ടില്ല. അപ്പോൾ ആ വസ്തുതകൾ മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. അതേപോലെ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന, എത്ര ആലോചിച്ചിട്ടും എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്താനിടയായത് എന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ 3 പേരെയല്ലേ കാണാതായത്, എന്നാൽ LDFന്റെ കാലത്ത് 148 പേരെ കടലിൽ കാണാതായി. ഇത് ഒരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തേണ്ട പ്രതികരണമാണോ? പ്രകൃതിക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകണോ? അത്യന്തം ഹീനമായ നിലപാടല്ലേ ഇത്? അങ്ങനൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഓരോ കാലത്തും വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ്, കാലാവസ്ഥാ വ്യത്യാസം മൂലമുള്ള മറ്റു ദുരന്തങ്ങൾ, ഇതെല്ലാം വരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരെയും വേദനിപ്പിക്കുന്ന അപകടങ്ങൾ സംഭവിക്കുന്നത്. അത്തരത്തിൽ ഒന്നായിരുന്നു ഓഖി. അതിനു മുൻപ് നമ്മുടെ നാട്ടിലും തമിഴ്നാടിൻ്റെ തീരത്തും സുനാമി ആഞ്ഞടിച്ചു. എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ദുരന്തങ്ങളിലെ മരണനിരക്കുകളോ കാണാതെ പോയവരുടെ എണ്ണമോ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം. ആ വീഴ്ചകൾ മറച്ചു വെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. അത് സാധാരണ രീതിയല്ല. അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായ നിലപാടാണത്. അത്തരമൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലത്ത് LDFന്റെ കാലത്ത് തെരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള പരാതിയും ആരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ അവകാശവാദം മറ്റൊരു അവകാശവാദം പുറപ്പെടുവിച്ചു. ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് തെരച്ചിൽ നടത്തുന്നത് എന്ന്. ഇത് പഴയ കാലത്ത് ഉള്ള സംഭവങ്ങൾ പൂർണ്ണമായി മറച്ചു വെക്കലാണ്. ദുരന്ത സമയത്ത് എയർഫോഴ്സിൻ്റെ, നേവിയുടെ ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ അതെല്ലാം ഇവിടെ രംഗത്തിറങ്ങിയിരുന്നു. 100 കണക്കിന് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ? അത് മറന്നുപോയോ? അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടിൻ്റെ ദുരന്തത്തിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇതാദ്യമാണെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ സാധാരണ പറയാറില്ലേ, റോഡ് ആക്സിഡൻറ്റിലൊക്കെ ഗോൾഡൻ അവറിനെ പറ്റി പറയാറില്ലേ? ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളാണ്. ആ ഘട്ടത്തിൽ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പരാതി. അതാണ് ഗൗരവമായിട്ട് കാണേണ്ടത്.
ഇപ്പോൾ മന്ത്രിമാർ ഇത്തരം ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു മന്ത്രി സംസാരിച്ചത് കടലിൽ കാണാതായാൽ മൃതദേഹങ്ങൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. അത് സർക്കാർ തെരച്ചിൽ നടത്താഞ്ഞിട്ടല്ല. ഇതാണ് പ്രതികരണം. ഈ പ്രതികരണം എത്ര കണ്ട് മുറിവ് നമ്മുടെ ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുമെന്നത് അദ്ദേഹം ഓർമ്മിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പറയേണ്ട ഒരു ഘട്ടമല്ല ഇത്. പക്ഷേ വല്ലാത്ത വ്യാപകമായ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ മേലത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമായത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാണ്, ദുരന്തത്തിനിരയായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനാവശ്യമായ കാര്യക്ഷമമായ തെരച്ചിൽ നടത്താനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. അതോടൊപ്പം കുടുംബങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സംരക്ഷണ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം.